എല്ലാവർക്കും സുഖല്ലേ? ആർട്ടഫയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു വെറൈറ്റി സംഭവമായിട്ട് വന്നത് കൈതച്ചക്കുണ്ട് കയ്യിലല്ലേ. അപ്പോൾ തന്നെ മനസ്സിലായി എന്തൊരു സംഭവം ഉണ്ടെന്ന്. ക്രിസ്മസ് ഒക്കെ വരാൻ പോലെ അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഒന്ന് വൈൻ ഇടാന്ന് വിചാരിച്ചു. വൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽക്കഹോൾ ഇല്ലാത്ത നോൺ ആൽക്കഹോളിക് വൈനായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കുറേ കറങ്ങി നോക്കി ഒരു ഭരണിയൊക്കെ വേണമല്ലോ വൈൻ ഇടാനെന്ന് വെച്ചിട്ട്. പക്ഷേ ഭരണിക്കൊക്കെ ഭയങ്കര വില. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു ചെറിയ അക്വേറിയം ഇങ്ങോട്ട് മേടിച്ചു. ഇതിന് 150 രൂപയാണ് വരുന്നത്. ഞാനത് അൺബോക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം. അതിലെന്താ ഉള്ളത്, എങ്ങനെ എത്ര വലുപ്പമുണ്ടെന്നൊക്കെ. ലിറ്ററിൻ്റെ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പിടിയിൽ എത്ര ലിറ്റർ ആവുന്നൊന്നും. അപ്പോൾ നമ്മളിതാ 2.5 കിലോൻ്റെ പൈനാപ്പിളാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത പ്രോസസ്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണും. ഓക്കെ, നമ്മളിതാ ഈ ഒരു അക്വേറിയം ഓപ്പൺ ചെയ്യാൻ പോവാണ്. കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. നമ്മളെ ഗോതമ്പൊക്കെ അതിലിരിക്കുന്നുണ്ട്. പിന്നെന്താ ഇതാണ് ഐറ്റം അയൽ പ്രാണി. ഇതിൽ എത്ര ലിറ്റർ കൊള്ളുമെന്ന് വെച്ചാൽ ഈ ഒരു 10 ലിറ്ററിൻ്റെ അടുത്ത് കൊള്ളുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം വലിപ്പം ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വൈൻ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു തുള്ളി വെള്ളം പാടില്ല. ഇത് ആൽക്കഹോൾ വെച്ച് സാനിറ്റൈസ് ചെയ്യണം. അതേപോലെ ആൽക്കഹോൾ വെച്ച് സാനിറ്റൈസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഞാനത് കൊടുത്തിട്ടുള്ളത്. ഇതിലൊരു തുള്ളി വെള്ളത്തിൻ്റെ അംശം പോലും പാടില്ല എന്നുള്ളൊരു നിയമമുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പോയ്സണും കാര്യങ്ങളും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളിത് നോൺ ആൽക്കഹോളിക് ആയിട്ട് ഉണ്ടാക്കുന്നത്. ആൽക്കഹോൾ നമ്മൾ യൂസ് ചെയ്യണമെന്നില്ല. നാച്ചുറലി ഷുഗർ ആഡ് ചെയ്യുമ്പോൾ നാച്ചുറലി കുറച്ച് ആൽക്കഹോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതേപോലെ ഗോതമ്പ് കൂടി ചേരുമ്പോൾ അത് മാത്രം മതി. ഏകദേശം 25 ദിവസം കഴിഞ്ഞിട്ട് നമ്മളിത് ഓപ്പൺ ചെയ്യുള്ളൂ. അതുകൊണ്ടാണിത് ഇന്ന് ഉണ്ടാക്കുന്നത്. ക്രിസ്മസിൻ്റെ തലേ ദിവസം ഇത് തുറക്കണം. സംസാരിച്ച് സമയം കളയണ്ട, നമുക്കിത് കട്ട് ചെയ്യാം. പൈനാപ്പിളിൻ്റെ ഈ ഒരു തല അങ്ങോട്ട് ചെത്തി കളയാം. അപ്പോൾ നമുക്ക് തല വെട്ടിക്കളയാം. ഇത് നമ്മൾ കുഴിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും കുഴിച്ചിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ ഇസ്മായിൽ ഖാൻ്റെ പറമ്പാണിത്. ഇവിടെ എവിടെയെങ്കിലും നമ്മൾ കുഴിച്ചിടണത്. ഇത് മാറ്റി വെക്കാം. ഹായ്, നല്ല മണം. അപ്പോൾ നമ്മൾ മാറ്റിലാക്കണില്ല, പുറത്ത് വെച്ചിട്ടാണ് ചെത്തി കളയുന്നത്. നമുക്ക് അറിഞ്ഞില്ലേ, കത്തി അത്യാവശ്യം അടിപൊളിയാണേ. ആരൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട് ഫോണിൽ. ഓക്കെ, ഇതിൻ്റെ ഈ ഒരു വല്ലാണ്ടെന്ന് നമുക്ക് കളയണ്ട. ഈ ഒരു മുള്ള് ഇങ്ങനെ നിൽക്കുന്നത് മാത്രം നമ്മൾ കളഞ്ഞാൽ മതി. കാരണം ഇത് മുഴുവൻ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളിത് നന്നായിട്ട് ഇനി കഴുകി വൃത്തിയാക്കേണ്ട ഒരു ആവശ്യം കൂടി ഉണ്ട്. ഈ ചളിയും കാര്യങ്ങളും പോകാൻ വേണ്ടി മാത്രമല്ല, ഈ കെമിക്കലും കാര്യങ്ങളൊക്കെ വരുന്നതല്ലേ, അതിനൊന്ന് നന്നായി കഴുകണം. പൈനാപ്പിൾ നമ്മൾ വൃത്തിയാക്കി കഴുകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഈ തോട് കളയുന്നത് മുഴുവനായിട്ട് പോകേണ്ട ആവശ്യമില്ല. സാധാരണ നിലയ്ക്ക് ഈ തോടും ഇതിൽ ഇടാറൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ ചെയ്യണില്ല. നമ്മളിത് വൃത്തിയാക്കി ഇനിയിപ്പോൾ ഇതിലേക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ഈ ഒരു നമ്മുടെ അക്വേറിയത്തിലോട്ട് ഇതിനെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതാണ് അടുത്ത്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ചെറിയ ചെറിയ കുനുകുനാന്ന് കഷ്ണം ആക്കണത്, എന്നാലേ ആ ഒരു ഇത് കിട്ടുള്ളൂ. നല്ലപോലെ പിടിക്കാം. പുറത്ത് പോലെടോ. ശരിക്കും അല്ല കട്ടിങ് ബോർഡൊക്കെ വെച്ച് കട്ട് ചെയ്യണം. നമ്മളിത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ്. ഇനി ജസ്റ്റും കൂടി ഇങ്ങനെ ഇൻറ്റും പ്ലസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ കഷ്ണമാക്കി മുറിക്കും. അപ്പോൾ ക്രിസ്മസിന് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം കേട്ടോ. ഇത് നല്ല അടിപൊളി ഐറ്റമാണ്. ഇത് വീഡിയോ മുഴുവൻ ഇരുന്ന് കണ്ടാൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ കിട്ടും. ഇതേ സാധനം തന്നെ നമുക്ക് ഒരു 3 ദിവസത്തിന് ഉണ്ടാക്കാൻ തന്നെ ഉണ്ട്. പക്ഷെ നമ്മളിതൊരു അത്ര ചുരുങ്ങിയ കാലയളവിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായ ആ ഒരു ഇതൊക്കെ നഷ്ടപ്പെട്ടു പോവും. അതുകൊണ്ട് നമ്മൾ ആൽക്കഹോൾ ഇല്ലാത്തത്, കൂടുതൽ ആൽക്കഹോൾ ഇല്ലാത്തത് നമ്മൾ ഉണ്ടാക്കുള്ളൂ. അതിൻ്റെ ടേസ്റ്റ് ഒന്നും വേറെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ മുഴുവൻ ഇരുന്ന് കണ്ടിട്ട് സ്കിപ്പ് ചെയ്യാതിരുന്ന് കണ്ട് വീട്ടിലൊന്ന് ട്രൈ ചെയ്യാം. ഏകദേശം പകുതി ആയിട്ടാണ്, ഇനിയും കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞിടണം കേട്ടോ. എന്നാലാണ് ഇത് ശരിക്ക് ഇതിനുള്ളിൽ കിടന്നിട്ട് ഇങ്ങനെ പെട്ടെന്ന് കണ്ട് ഇതാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ കുനുകുന. അയ്യോ, കുറേയൊക്കെ താഴെ പോയി. അപ്പോൾ ഇനി നമ്മൾ കൈതച്ചക്കൊക്കെ മുഴുവൻ കട്ട് ചെയ്തിട്ട് നമ്മൾ അക്വേറിയത്തിൽ ഇട്ടിട്ടുണ്ട്. ഏകദേശം ഇത്രത്തോളം ഭാഗത്ത് ഇട്ടിട്ടുണ്ട്.
ഇനി ഇതിൽ 1 കിലോ പഞ്ചസാരയാണ് നമ്മളിതിൽ ആഡ് ചെയ്യണത്. 1 കിലോ പഞ്ചസാര ചെല്ലുമ്പോഴാണ് ശരിക്കും ഇതിൻ്റെ ആ ഒരു അനുപാതം കറക്റ്റ് ആവുള്ളൂ. 1 കിലോ ആണ് നമ്മളെ ഫ്രൂട്ട് എങ്കിൽ അതിൽ 1 കിലോ പഞ്ചസാര വേണമെന്നാണ് കണക്ക്. പക്ഷെ നമ്മളെ 2 കിലോൻ്റെ മുകളിലുള്ള കൈതച്ചക്കയാണ്. പക്ഷെ കട്ട് ചെയ്ത് വരുമ്പോൾ ഏകദേശം ഒരു 1.5 കിലോൻ്റെ അടുത്താവും. അപ്പോൾ 1 കിലോ പഞ്ചസാരയാണ്. അത്ര ഷുഗർ വേണമെന്നുള്ളത് നമ്മളിഷ്ടമാണല്ലോ. അപ്പോൾ നമ്മളിനി ഈ ഒരു പഞ്ചസാര അതിലിട്ട് കൊടുക്കാൻ പോവാണ്. മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗോതമ്പ് ഇങ്ങനെ ഡ്രൈ ആയിട്ട് നമ്മൾ ആദ്യം നനച്ച് ഉണക്കിയതിന് ശേഷം ഒരു തുള്ളി വെള്ളമില്ലാത്ത രീതിയിലാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഗോതമ്പ് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതാ ഗോതമ്പ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യമായത് ഗ്രാമ്പൂ ആണ്. അത് കൂടാതെ കറുവപ്പട്ട. ഈ 2 ഫ്ലേവറാണ് നമ്മൾ യൂസ് ചെയ്യണത്. പൈനാപ്പിളിന് ശരിക്കും ഈ ഒരു പട്ടയുടെ ആവശ്യമില്ല, പക്ഷേ ഗ്രാമ്പൂ അത്യാവശ്യമാണ്. ഗ്രാമ്പൂവിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ആ ഒരു എരിവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അടിപൊളിയാണ്. അപ്പോൾ ഇനി ഗ്രാമ്പൂ ഇതിൽ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്രാമ്പൂ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത് പട്ടയാണ്. പട്ട കട്ട് ചെയ്തിട്ടില്ല, ഇനി പട്ടയും കട്ട് ചെയ്തിട്ട് കൊടുക്കണം. കുറച്ച് പൊട്ടി കൊടുക്കണ്ടേ. പട്ട നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പോൾ കറുവപ്പട്ടയായി, ഗോതമ്പായി, കരയാമ്പുമായി, പിന്നെ പഞ്ചസാരയായി, പൈനാപ്പിളായി. ഇനി നമുക്കിതിൽ വെള്ളമാണ് വേണ്ടത്. അപ്പോൾ ഇനി മെയിനായിട്ട് വേണ്ടത് നമ്മൾ വെള്ളമാണ്. ഈ വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ ഒരു ചെറിയൊരു കഥ പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ നല്ല ടൈറ്റുണ്ട്. ഈ ഗ്രാമ്പൂ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഇത് വാങ്ങൊരു കടയിൽ പോയി. അപ്പോൾ ഈ ഗ്രാമ്പൂ എന്ന് എന്താണ് ഇങ്ങനെ പേര് വരാൻ കാരണം എന്നുള്ളൊരു സംശയമാണ്. അപ്പോൾ അവിടുത്തെ ചേച്ചി ഇങ്ങനെ ചോദിക്കുക, എന്താ ഗ്രാമ്പൂ എന്ന് പേര് വരാൻ കാരണം എന്ന് ചോദിച്ചു. വേറെ ഒന്നുമില്ല അത്രേ. ഈ ഗ്രാമ്പൂ എന്ന് പറഞ്ഞ സാധനത്തിന് 1 കിലോന് നല്ല വിലയാണ്. പിന്നെ അധികം ആളുകൾ 1 കിലോ ഒന്നും വാങ്ങില്ല, ഗ്രാമിനെ വാങ്ങുള്ളൂ. അതുകൊണ്ട് അത്ര ഗ്രാമ്പൂ എന്ന് പേര് വന്ന്. പക്ഷേ എന്നെ കൊണ്ട് വയ്യ, ചളിയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഡിസ്ലൈക്ക് അടിച്ച് പോയിക്കോളേ. അപ്പം ഇനി വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പോവാണ്. പൈനാപ്പിൾ മുങ്ങി കിടക്കുന്ന അത്ര വെള്ളം മതി സത്യത്തിൽ. പക്ഷേ നമ്മളൊരു 2 ലിറ്ററാണ് നമുക്ക് ആവശ്യം എന്നുള്ളത് കൊണ്ട് നമ്മൾ 2 ലിറ്റർ വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കും. ഓക്കെ, നമ്മൾ വെള്ളം കൂടി ഒഴിച്ചപ്പോൾ ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട്. ഏകദേശം നല്ല വെയിറ്റ് ഉണ്ട്. പൊട്ടാത്ത രീതിയിൽ വേണം നമ്മളിത് ഇതാക്കാൻ. ഇനി വേണ്ടതേ ഒരു മരത്തവിയാണ്. ഇത് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കി എടുത്തിട്ട് വേണം നമ്മളിത് ഉണ്ടാക്കാനായിട്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷനും കാര്യങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇത് നന്നായിട്ട് ഇട്ട് ഇളക്കി കൊടുക്കണം. പഞ്ചസാര മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. ഏകദേശം ഒരു 5 മിനിറ്റ് 10 മിനിറ്റോളം വേണ്ടി വരും. 1 കിലോ പഞ്ചസാര ഉണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഘട്ടം എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല എയർ ടൈറ്റായിട്ട് അടച്ചു വെക്കണം. എന്നിട്ട് ഏകദേശം നമ്മൾ പറഞ്ഞല്ലോ 25 ദിവസത്തിൻ്റെ അടുത്താണ് വേണ്ടി വരിക. നമ്മളെന്തായാലും ഇന്നിപ്പോൾ 12-ാം തീയതി, നവംബർ 12 ആയിട്ടുള്ളൂ. നമ്മൾ ഏകദേശം 25 ക്രിസ്മസിൻ്റെ തലേ ദിവസം പൊട്ടിക്കുള്ളൂ. അപ്പോൾ കുറച്ച് കൂടുതൽ ദിവസം കിട്ടും നമുക്ക്. അപ്പോൾ അത്രത്തോളം ഇത് നന്നായിട്ട് ഫെർമെൻറ്റേഷനൊക്കെ നടന്ന് അടിപൊളിയാവും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഓരോ 2 ദിവസം കൂടുമ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കണം. അങ്ങനെ ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട്. ഇനി ഇത് നന്നായിട്ട് എയർ ടൈറ്റായിട്ട് കെട്ടി കൊടുക്കലാണ് നെക്സ്റ്റ്. ഇത് നല്ല വൃത്തിയുള്ള ഒരു തുണി വെച്ചിട്ട് വേണം ഇത് കെട്ടി വെക്കാൻ. ഇതിപ്പോൾ ഞാനൊരു ടീഷർട്ടാണ് യൂസ് ചെയ്യണത്. അതായത് യൂസ് ചെയ്യാൻ പറ്റാതെ, അതായത് പാകമാവുന്നില്ല, അങ്ങനെ മാറ്റി വെച്ചതാണ്. അപ്പോൾ അതിൽ നിന്ന് നല്ല വൃത്തിയുള്ളൊരു പീസ് കട്ട് ചെയ്തെടുത്തു. ഇനി ജസ്റ്റ് ഇത് ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വെച്ച് അതിൻ്റെ തന്നെ വേറൊരു പീസ് തുണി നമ്മളിത് കെട്ടി വെക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. വല്ലാണ്ട് ബലം കൊടുക്കാനൊന്നും പറ്റില്ല, കാരണം ഇതൊരു ചില്ലിൻ്റെ ഒരു ഇതാണ്, പൊട്ടിപ്പോകുമെന്ന് അറിയില്ല. അപ്പോൾ നല്ല വൃത്തിയിൽ ഇങ്ങനെ കെട്ടിക്കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മളെ
വൈൻ ജാറ്. ഇത് വൈനിട്ട് വെച്ചിട്ടുണ്ട്. വെയിലും വെളിച്ചമൊന്നും തട്ടാത്ത രീതിയിൽ വേണം നമ്മളിത് എടുത്ത് വെക്കാനായിട്ട്. അതേപോലെ തന്നെ ഫ്രിഡ്ജിലും അങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും വെക്കരുത്. സാധാ നമ്മളുടെ ഒരു ടെമ്പറേച്ചറിൽ വെച്ചാൽ മതി, റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതി. അപ്പോൾ ഇനി നമ്മളിന്ന് കാണാം, ഇത് തുറക്കുന്നത് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ 25-26 ദിവസം കഴിഞ്ഞിട്ടാവും. അപ്പോൾ ഇനി 25 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഏത് കോലത്തിലാവും ഏത് ഭാവത്തിലാവും ഒന്നും ഒരു പിടിയില്ല. ഒരു രക്ഷയില്ല, പൊളി. അപ്പോൾ നമ്മളൊരു 40 ദിവസത്തിൻ്റെ ഏകദേശം അത്രത്തോളമായി. അപ്പോൾ അത്രയും ദിവസം നമ്മളിത് ഈ ഒരു പാത്രത്തിനെ ഇങ്ങനെ എയർ ടൈറ്റായിട്ട് ഈ ഒരു പാത്രത്തിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ജസ്റ്റ് അത് എടുക്കാൻ പോവാണ്, പുറത്ത് സൂര്യവെളിച്ചം തട്ടാൻ പോവാണ്. 2 ദിവസം കൂടുന്തോറും നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ചുറ്റിലും കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് തന്നെ തുണി വെച്ച് സെറ്റ് ചെയ്ത് ഇനി ഇതാ സാധനം പുറത്തെടുക്കാനുള്ള ശ്രമത്തിലാണ്. ആ ഒരു യെല്ലോ കളറൊക്കെ മാറി വൈനിൻ്റെ ആ ഒരു കളറിലോട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഇത് പുറത്തെടുക്കാം, എടുത്ത് ഈ ഒരു സംഭവമൊക്കെ എടുത്ത് മാറ്റിക്കളയാം. ഇതാണ് നമ്മളെ വൈന്. ഇനി വല്ലാണ്ട് ഇളക്കണില്ല, ഇളക്കാതെ നമ്മളിതിനെ ഈ ഒരു പാത്രത്തിലോട്ടാണ് ഇപ്പോൾ തൽക്കാലം മാറ്റുന്നത്. അതിന് ശേഷം ഈ കുപ്പിയിലോട്ട് മാറ്റി കൊടുക്കണം. എന്തായാലും ഒരൊറ്റ ബോട്ടിൽ പറ്റില്ല, അതൊരു 1 ലിറ്ററിൻ്റെ അടുത്തുള്ള കുപ്പിയാണ്. നമ്മൾ 2 ലിറ്ററിൻ്റെ അടുത്ത് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഈ ഒരു ഭാഗം തുറന്ന് എടുക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കാണിച്ചാൽ ഇവിടെ ഫ്രൂട്ടൊക്കെ പരമാവധി അടിപൊളിയായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സ്മെല്ലിങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നീ സമയം കളയണില്ല, വെയിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറയാൻ പറഞ്ഞതെന്താ വെച്ചാൽ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ കേട്ടോ. അത് ഞാൻ ഈ ഒരു ഇത് തുറക്കണ എക്സൈറ്റ്മെൻറ്റിൽ പറയാൻ വിട്ടുപോയതാണ്. എല്ലാവരും നല്ലൊരു ക്രിസ്മസ് ആശംസകൾ നേരിടണം എല്ലാവർക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഇത് കുറച്ചെടുത്തിട്ട് ടേസ്റ്റ് ചെയ്യാമല്ലോ, ആദ്യം അത് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഇതാ ഈ ഒരു ഗ്ലാസ്സിലോട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. ഈ വൈന് അധികമൊന്നും കുടിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് സ്ട്രോങ് ആവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആൽക്കഹോൾ ഇല്ലാതെ ഉണ്ടാക്കിയാണ്. പഞ്ചസാര തന്നെ അത്യാവശ്യം ഇടലനാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇതാ ആഫ്റ്റർ 45 എന്താണ് ദിവസം കൂടുന്തോറാണ് അതിൻ്റെ വീര്യം കൂടുക. അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പോകണം. അടിപൊളി, ഒന്നും പറയില്ല. ഇത് നമ്മൾ ഈസ്റ്റൊന്നും ആഡ് ചെയ്തിട്ടില്ല, വെറും ഗോതമ്പും പഞ്ചസാരയും മാത്രമേ ഉള്ളൂ. എന്നിട്ടും ആ വൈനിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, അത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വാ, പൊളി പൊളി. അടിപൊളി. അപ്പോൾ കുറച്ച് ഇതാ ഈ പാത്രത്തിലോട്ട് മാറ്റാം. വല്ലാണ്ട് ഇളക്കാതെ എടുക്കണേ. ഇളകി കഴിഞ്ഞാൽ അടിയിൽ നിന്ന് കണ്ട് പൊന്തി വരും. ഇതിൽ ഈ ചണ്ടി പോലെ കിടക്കുന്ന ഭാഗം നമ്മളിതാ 40-45 ദിവസത്തിന് ശേഷം നമ്മളുടെ വൈൻ ഇത് ഈ ബോട്ടിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഫെർമെൻറ്റേഷൻ്റെ മുഴുവനായിട്ടുള്ള കാര്യങ്ങളും കഴിഞ്ഞു. വളരെ അടിപൊളിയായിട്ടുള്ളൊരു വൈനാണ്, വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നൊരു വൈനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ക്രിസ്മസിന് നല്ല ഒരു വൈനൊക്കെ ക്രിസ്മസിൻ്റെ ആ ഒരു സംഭവമുള്ള, അതാണ് ആ ഒരു ടൈമിന് വേണ്ടിയിട്ട് കാത്തിരുന്നത്, ആ ഒരു സമയത്ത് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടുതൽ ആളുകളിലൊക്കെ എത്തിക്കാൻ വന്നു. ആ ബെല്ലൈക്കനൊക്കെ ഒന്ന് ഇടിച്ച് പൊട്ടിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ വളരെ സന്തോഷമാവും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.